എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് സുസ്വാഗതം. ഭൂമിയിലെ നിഗൂഢവും അന്യഗ്രഹത്തെപ്പോലെ തോന്നിക്കുന്നതും ഇപ്പോഴും പരിവേഷണം ചെയ്യപ്പെടാത്തതുമായ 6 സ്ഥലങ്ങൾ. നോക്കൂ, നമ്മുടെ ഗ്രഹത്തിൽ വളരെ വിചിത്രവും അന്യവുമായ ചില പ്രദേശങ്ങളുണ്ട്. ശാസ്ത്രവും സാങ്കേതികതയും ഇത്രയൊക്കെ വികസിപ്പിച്ചിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് അവിടെ പോകാൻ സാധിക്കാത്തത്? അതുതന്നെയാണ് പ്രകൃതിയുടെ നിഗൂഢത. ഈ നിഗൂഢതയിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ചില ദ്വീപുകളുണ്ട്, കാടുകളുണ്ട്, മലകളുണ്ട്, അങ്ങനെ പല വൈവിധ്യമായ പ്രദേശങ്ങളുണ്ട്. അവയൊക്കെ വളരെ അജ്ഞാതവുമാണ്. ചിലത് അപകടവും എത്തിച്ചേരാൻ കഴിയാത്തതുമാണ്. ചിലതാകട്ടെ രാഷ്ട്രീയമോ പ്രകൃതിദത്തമോ ആയ തടസ്സങ്ങളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവയുടെ നിഗൂഢത ഓരോരുത്തരെയും ആകർഷിക്കുന്നുണ്ടെങ്കിലും അവയിൽ മിക്കതും നൂറ്റാണ്ടുകളായി മനുഷ്യൻ സ്പർശിച്ചിട്ടില്ല. പരിസ്ഥിതി കൊണ്ടോ സാംസ്കാരിക വിശ്വാസങ്ങൾ കൊണ്ടോ ഈ പ്രദേശങ്ങൾ അവയുടെ നിഗൂഢത നിലനിർത്തിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ അത്തരം 6 സ്ഥലങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഓരോന്നും നമ്മുടെ ഗ്രഹത്തിൻ്റെ പരിവേഷണം ചെയ്യപ്പെടാത്തതും നിഗൂഢവുമായ ഭാഗങ്ങളിലേക്ക് ഒരു നേർക്കാഴ്ച നൽകുന്നു. ആമസോൺ മഴക്കാടുകളുടെ ഭാഗമായ വേൽ ഡോ ജാവാരി. തെക്കേ അമേരിക്കയിലെ ഒന്നിലധികം രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ആമസോൺ മഴക്കാടുകൾ അവിശ്വസനീയമായ വലിപ്പത്തിനും ജൈവ വൈവിധ്യത്തിനും പേരുകേട്ടതാണ്. ഈ വിശാല വനവിസ്തൃതിയിൽപ്പെടുന്ന ബ്രസീലിലെ ഒരു പ്രദേശമാണ് വേൽ ഡോ ജാവാരി. ഇത് പുറം ലോകവുമായി സമ്പർക്കമില്ലാത്ത നിരവധി തദ്ദേശീയ ഗോത്രങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. ഓസ്ട്രിയയേക്കാൾ വലുതായ ഈ പ്രദേശം ഇടതൂർന്ന സസ്യജാലങ്ങളും അപകടകരമായ ഭൂപ്രകൃതിയും കാരണം എത്തിച്ചേരാൻ പ്രയാസമാണ്. ഗോത്രങ്ങളെയും അവിടുത്തെ ഭൂമിയും സംരക്ഷിക്കാൻ തദ്ദേശീയരല്ലാത്ത ആളുകൾക്ക് വേൽ ഡോ ജാവാരിയിൽ പ്രവേശിക്കുന്നതിന് ബ്രസീൽ സർക്കാർ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൽഫലമായി ഈ പ്രദേശം ലോകത്തിലെ ഏറ്റവും പരിവേഷണം ചെയ്യപ്പെടാത്ത ഭാഗങ്ങളിൽ ഒന്നായി തുടരുന്നു. അതിൻ്റെ ആവാസ വ്യവസ്ഥയുടെ ഭൂരിഭാഗവും ഇപ്പോഴും ശാസ്ത്രജ്ഞർക്ക് രഹസ്യവും ദുരൂഹവുമാണ്. ഗംഗർ പുൻസം പർവ്വതം. ഭൂട്ടാനിൽ സ്ഥിതി ചെയ്യുന്ന ഗംഗർ പുൻസം പർവ്വതം ഇതുവരെ ആരും കയറാത്ത പർവ്വതങ്ങളിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ളതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 24,836 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ നെറുകയിലെത്താൻ നിരവധി ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും എല്ലാം പരാജയപ്പെട്ടു. 2003 കൊടുമുടി കയറുന്നത് നിരോധിക്കാൻ ഭൂട്ടാൻ തീരുമാനിച്ചു. അതിൻ്റെ ആത്മീയ പ്രാധാന്യത്തെയും വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രകൃതിയെ മാനിച്ചുകൊണ്ടാണ് ഇത്. ഈ നിരോധനം പർവ്വതത്തെ ഭൂമിയിലെ ഏറ്റവും കുറച്ച് പരിവേഷണം ചെയ്യപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. ഭൂട്ടാൻ്റെ പർവ്വതാരോഹണ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ ആരും അതിൽ കയറാൻ ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല. വടക്കൻ ഗ്രീൻലാൻഡിലെ ഐസ് ഷീറ്റ്. ഭൂമിയിലെ ഏറ്റവും വിദൂരവും വാസയോഗ്യമല്ലാത്തതുമായ സ്ഥലങ്ങളിൽ ഒന്നാണ് വടക്കൻ ഗ്രീൻലാൻഡ്. വിശാലമായ ഹിമപാളികളും ഹിമാനികളും കൊണ്ട് ഈ പ്രദേശം മൂടപ്പെട്ടിരിക്കുന്നു. അതിശൈത്യം, ഇരുട്ട്, ദുഷ്കരമായ ഭൂപ്രകൃതി എന്നിവ കാരണം പരിവേഷണം ഒരു വെല്ലുവിളി നിറഞ്ഞ കാര്യമാക്കുന്നു. വ്യക്തമായി പറഞ്ഞാൽ ഗ്രീൻലാൻഡിലെ ഈ ഭാഗത്തിൻ്റെ ഭൂരിഭാഗവും പരിവേഷണം ചെയ്യപ്പെടാതെ തുടരുന്നു. കാരണം ഹിമപാളി തന്നെ. ഈ ഹിമപാളി അവിടുത്തെ സാധ്യമായ കണ്ടെത്തലുകളെയെല്ലാം മറച്ചു പിടിച്ചിരിക്കുകയാണ്. ചില പ്രദേശങ്ങൾ സർവേ ചെയ്തിട്ടുണ്ടെങ്കിലും വടക്കൻ ഗ്രീൻലാൻഡ് വലിയ തോതിൽ അപ്രാപ്യമായി തുടരുകയാണ്. ചില ഭാഗങ്ങളിൽ പരിമിതമായ ഗവേഷണങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. ഈ പ്രദേശത്തിൻ്റെ തണുത്തുറഞ്ഞ ഭൂപ്രകൃതിയും അതിൻ്റെ വിദൂരതയും അതിൻ്റെ നിഗൂഢതയ്ക്കും ഭൂമിയുടെ അവസാന അതിർത്തികളിൽ ഒന്നെന്ന പദവിക്കും കാരണമാകുന്നു. അടുത്തത് പപ്പുവ ന്യൂഗിനിയയിലെ സ്റ്റാർ പർവ്വതനിരകൾ. പപ്പുവ ന്യൂഗിനിയയിലെ സ്റ്റാർ പർവ്വതനിരകൾ ലോകത്തിലെ ഏറ്റവും കുറവ് പരിവേഷണം ചെയ്യപ്പെട്ട പ്രദേശങ്ങളിൽ ഒന്നാണ്. പരുക്കൻ പർവ്വത പ്രദേശങ്ങൾക്ക് പേരുകേട്ട ഈ രാജ്യം തന്നെ യാത്രയും പരിവേഷണവും വളരെ പ്രയാസകരമാക്കുന്നു. സ്റ്റാർ പർവ്വതനിരകളും അതിൽ വരുന്നു. പരിവേഷണം ചെയ്യപ്പെടാത്ത വിശാലമായ ഭൂപ്രദേശങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. വാസ്തവത്തിൽ കണ്ടെത്താത്ത നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഈ പ്രദേശമെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടും കഠിനമായ സാഹചര്യങ്ങളുമാണ് വെല്ലുവിളി. ഇത് ഒരേ സമയം വന്യവും പരിവേഷണം ചെയ്യപ്പെടാത്തതുമായ ഭൂമിയുടെ ഉത്തമ ഉദാഹരണങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. അടുത്തത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന മരിയാന ട്രഞ്ച്. സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് മരിയാന ട്രഞ്ച്. പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിന് കുറുകെ 1580 മൈൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു. ട്രഞ്ചിൻ്റെ ഏറ്റവും ആഴമുള്ള ഭാഗമായ ചലഞ്ചർ ഡീപ്പ് സമുദ്രനിരപ്പിൽ നിന്ന് 35,827 അടി താഴെയാണ്. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരത്തേക്കാൾ വളരെ ആഴത്തിൽ. ട്രഞ്ചിൻ്റെ ചില ഭാഗങ്ങൾ പരിവേഷണം ചെയ്തിട്ടുണ്ടെങ്കിലും ഇരുണ്ടതും അപകടകരവും എത്തിച്ചേരാൻ പ്രയാസമുള്ളതുമായ സ്വഭാവം കാരണം അതിലെ വിശാലമായ പ്രദേശങ്ങൾ ഇപ്പോഴും
പരിവേഷണം ചെയ്യപ്പെടാതെ തുടരുന്നു. 2012 ജെയിംസ് കാമറൂൺ ചലഞ്ചർ ഡീപ്പിലേക്ക് ഒറ്റയ്ക്ക് പോയത് പ്രധാനപ്പെട്ട ചില പരിവേഷണങ്ങളിൽ ഒന്നാണ്. ഇത് ഭൂമിശാസ്ത്രപരമായ പ്രവർത്തനങ്ങളെയും സമുദ്രജീവികളെയും കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ ഒളിച്ചു വച്ചിട്ടുള്ളതിനാൽ ശാസ്ത്രജ്ഞർക്ക് ഈ കിടങ്ങിനെക്കുറിച്ച് പഠനം തുടരാൻ എക്കാലവും പ്രചോദനമായി തന്നെ തുടരുകയാണ്. നോർത്ത് സെന്റിനൽ ദ്വീപ്. ആൻഡമാൻ ദ്വീപുകളുടെ ശൃംഖലയുടെ ഭാഗമായ നോർത്ത് സെന്റിനൽ ദ്വീപ് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. വെറും 5 മൈൽ നീളമുള്ള ഈ ദ്വീപ് ഒറ്റപ്പെട്ട സെന്റിനലീസ് ഗോത്രത്തിന്റെ ആവാസ കേന്ദ്രമാണ്. വലിപ്പം കുറവാണെങ്കിലും ഇത് അധികം പരിവേഷണം ചെയ്യപ്പെടാതെ തുടരുന്നു. ദ്വീപിലേക്കുള്ള സന്ദർശനം ഇന്ത്യൻ സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. അവിടെ പോകാനുള്ള ശ്രമങ്ങൾ അപകടകരമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഈ ഗോത്രം പുറത്തു നിന്നുള്ളവരെ അമ്പുകൾ ഉപയോഗിച്ച് ആക്രമിച്ചിട്ടുണ്ട്. ഇത് ഭൂമിയിലെ ഏറ്റവും സംരക്ഷിതവും മാരകവുമായ സ്ഥലങ്ങളിൽ ഒന്നാക്കി മാറ്റി. ഗോത്രത്തിന്റെ ജീവിത രീതി സംരക്ഷിക്കുന്നതിനും ബാഹ്യ രോഗങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനുമായി ഇന്ത്യൻ നാവികസേന ഈ നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നു. ആഴക്കടൽ മുതൽ ഇടതൂർന്ന വനങ്ങളും വിദൂര പർവ്വത നിരകളും വരെ ഭൂമിയിൽ ഇനിയും അജ്ഞാതമായി നിരവധി പ്രദേശങ്ങളുണ്ട്. പരിവേഷണം ചെയ്യപ്പെടാത്ത ഈ പ്രദേശങ്ങൾ ഭാവിയിലെ പരിവേഷകർക്ക് കണ്ടെത്താനായി എണ്ണമറ്റ നിഗൂഢതകളുമായി കാത്തിരിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും ഭൂലോകം TV സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.